ബിജോയ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ ഒരു വലിയ ഗ്യാപ്പ്, ഒരു ഇന്റർവെൽ, ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുന്നത്. അപ്പൊ എന്തായാലും അതിൻ്റെതായ കുറെ കാരണങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചാൾ ഡിലേ ആയി പോയത്. അപ്പോൾ ഇനി മാക്സിമം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം. അപ്പൊ എന്തായാലും ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് സെന്റർ ഡയറക്ട് സ്റ്റേറ്റ്സ് ടു ഹോൾഡ് സിവിൽ ഡിഫൻസ് ഡ്രിൽസ് എന്നാണ്. നമ്മൾ ഈ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പഹൽഗാമിൽ ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ ഉണ്ടായതിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ ഒരു യുദ്ധ സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുകയാണ്. ഇന്ത്യയുടെ ഒരു സ്ട്രൈക്ക് പാകിസ്ഥാനിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇന്നലെ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്കല്ല, എസ്പെഷ്യലി ഇന്ത്യയിലെ ബോർഡറിംഗ് സ്റ്റേറ്റുകൾ ഉണ്ടല്ലോ, പഞ്ചാബ് പോലുള്ള സ്റ്റേറ്റുകൾ, അല്ലെങ്കിൽ ഹരിയാന പഞ്ചാബ് പോലുള്ള, അല്ലെങ്കിൽ രാജസ്ഥാൻ പോലുള്ള, അല്ലെങ്കിൽ കാശ്മീർ പോലുള്ള ഇന്ത്യയിലെ പാകിസ്ഥാനായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റുകൾക്ക് ഉൾപ്പെടെ ഏതാണ്ട് 244 സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റുകളിൽ ഈ സിവിൽ ഡിഫൻസ് ഡ്രിൽസ് നടപ്പാക്കാൻ പറഞ്ഞു. ഒരു യുദ്ധം ഉണ്ടായാൽ എങ്ങനെയൊക്കെയാണ് നമ്മളെ സിവിലിയൻസ് അതിന് ഒരു ഇമ്മിനന്റ് അറ്റാക്ക് നമുക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഉണ്ടായാലും അറ്റാക്കിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിനൊക്കെ നമ്മളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന സംഭവമാണ് ഈ സിവിൽ ഡിഫൻസ് ഡ്രിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാശ്മീരിൽ ബങ്കറുകളുണ്ട്. ഈ ബങ്കറുകളിൽ കാശ്മീരിലെ ആൾക്കാർക്കെതിരെ അവിടുത്തെ കാശ്മീരിൽ നേർക്ക് ഒരു പാകിസ്ഥാന്റെ അറ്റാക്ക് ഉണ്ടായാൽ ബങ്കറുകളിൽ ആണ് ഈ പല ബോർഡർ വില്ലേജിലുള്ള ആൾക്കാർ അഭയം തേടുന്നത്. അപ്പൊ അതുപോലുള്ള ഒരുപാട് സിവിലിയൻസിന് ഈ അറ്റാക്കുകൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് രക്ഷപ്പെടാനുള്ള ഡ്രിൽസ്, അതാണ് സിവിൽ ഡിഫൻസ് ഡ്രിൽസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നടത്താൻ പോയാണ്. ഇപ്പൊ ഇതൊക്കെ ഒരു വലിയ അറ്റാക്ക് ഒരു പക്ഷേ പരസ്പരം ഉണ്ടാവുന്നതിന് മുമ്പായിട്ടുള്ള മുന്നോടികളാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഹെൽഡ് discussions with our നേവൽ ചീഫ്, ആർമി ചീഫ്, എയർഫോഴ്സ് ചീഫ് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ചീഫായിട്ടുള്ള ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ, അതുപോലെ ഡിഫൻസ് മിനിസ്റ്റർ, അതുപോലെ CCSന്റെ മീറ്റിംഗ് കൂടി. CCS മീൻസ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി. അങ്ങനെ അതുപോലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുമായിട്ട് ടോക്സ് നടത്തി ഇന്നലെ അജിത് ഡോവലുമായിട്ട്. ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറി, അദ്ദേഹത്തിന്റെ പേര് എനിക്കൊന്ന് രാജേഷ് കുമാർ സിംഗ് എന്നാണെന്ന് തോന്നുന്നു, അദ്ദേഹമായിട്ട് ടോക്സ് നടത്തി. സോ വേരിയസ് ലെവലിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററും ഒക്കെ ടോക്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇന്ത്യ ഗവൺമെന്റ് ഈസ് ട്രൈങ് ടു ഐസൊലേറ്റ് പാകിസ്ഥാൻ ഡിപ്ലോമാറ്റിക്കലി. Yesterday, Vladimir Putin, Russian president, contacted Narendra Modi over phone, and he assured all support for India to fight against terrorism. And Japanese defense minister also visited India yesterday, and he also assured full support for India for fighting against terrorism. So ഇന്ത്യ മറ്റ് രാജ്യങ്ങളുടെയും ആ ഒരു സപ്പോർട്ട് ഗെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പാകിസ്ഥാനെ ഡിപ്ലോമാറ്റിക്കലിയും ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഇതിന്റെ അകത്ത് ഇന്നത്തെ പത്രത്തിൽ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ ന്യൂസ് ആണത്. പുടിൻ ഡയൽസ് മോഡി ഗീവ്സ് ഫുൾ സപ്പോർട്ട് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ടെററിസം. India can safely assume that Russia will always stand with India if we go for war against Pakistan, because India gave that kind of support during Russia's tough times. Tough time എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി യുക്രൈൻ റഷ്യ വാർ ഉണ്ടാകുമ്പോഴുള്ള ഫസ്റ്റ് ഇയർ Russia was actually isolated by Western countries and USA. At that time, India gave all kinds of supports to Russia. In UN also, India never voted against Russia. ഈ റെസൊല്യൂഷൻസ് ഒക്കെ വരുമ്പോൾ അത് എന്തായാലും തിരിച്ച് ഇന്ത്യക്ക് വേണ്ടിയിട്ടും റഷ്യ അതുപോലെ ചെയ്യുന്നുള്ള യാതൊരു സംശയമില്ല. അപ്പൊ ഇന്നലെ ആ ഒരു ടെലിഫോൺ കോള് പുടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെയാണ് അവിടെ പറയാനുള്ളത്. പിന്നെ വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ വിഷയം UN ചർച്ചയാവുന്നു. യുണൈറ്റഡ് നേഷൻസിലെ ഒരു ക്ലോസ്ഡ് ഡോർ മീറ്റിംഗ് വാസ് ദേർ. ഒരു സെക്കൻഡ്. ഹലോ 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 പറഞ്ഞോളൂ, ആരാണ്? ഫോണിൽ നിന്ന് ഇങ്ങോട്ടാ വിളിച്ചത്, എന്നിട്ട് എൻ്റെ അടുത്ത് ആരാന്ന് ചോദിക്കല്ലേ ദേവി. ഓക്കെ, അപ്പോ ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻ അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് UN ചീഫിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി കാണാം. അപ്പോ
അപ്പൊ യു എന്നിൽ ഒരു ക്ലോസ് ഡോർ മീറ്റിംഗ് ഒക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്ന പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ വിഷയം ചർച്ച ചെയ്യാൻ. ബട്ട് ഒരു കൺസെൻസസിലൊന്നും റീച്ച് ചെയ്യാൻ പറ്റിയില്ല. എങ്ങനെ ആ ടെൻഷൻ ഒരു കൺസെൻസസിലൊന്നും റീച്ച് ചെയ്യാനൊന്നും പറ്റിയില്ല. UN എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതില് ഇടപെട്ടിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും തന്നെ അറിഞ്ഞൂടെ. കഴിഞ്ഞ കുറച്ച് കാലം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലോ അല്ലെങ്കിൽ യുക്രൈൻ റഷ്യ വാറിലോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല UN-ന്. ആ UN ഇതിന്റെ അകത്ത് എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും UN ഈസ് സ്റ്റിൽ എ ബോഡി ടു ഇന്റർവീൻ ഇൻ സച്ച് കൈൻഡ്സ് ഓഫ് ഇഷ്യൂസ്. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ UN-ന്റെ സെക്രട്ടറി ജനറൽ പറഞ്ഞു. UN-ന്റെ സെക്രട്ടറി ജനറൽ പേര് എല്ലാവർക്കും അറിയാം, അന്റോണിയോ ഗ്യൂട്ടേഴ്സ് ആണ് UN-ന്റെ സെക്രട്ടറി ജനറൽ. അന്റോണിയോ ഗ്യൂട്ടേഴ്സ് അല്ലേ. അപ്പൊ അതൊക്കെയാണ് അവിടെയുള്ള ന്യൂസുകൾ. താഴോട്ട് വരുമ്പോൾ ഇസ്രായേൽ ക്യാബിനറ്റ് അപ്രൂവ്സ് പ്ലാൻ ഫോർ ഗാസ കോൺക്വസ്റ്റ് വിത്ത് എക്സ്പാൻഷൻ ഓഫ് മിലിറ്ററി. ഇസ്രായേലിന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഗാസയെ കംപ്ലീറ്റ്ലി പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇസ്രായേൽ ഈസ് നോട്ട് ഗോയിങ് ടു എൻഡ് ദ ഒഫൻസീവ് അഗൈൻസ്റ്റ് ഹമാസ് എനി ടൈം സൂൺ. Previously there was a hope that Israel is going to achieve its goals and they are going to gradually withdraw from the Gaza region. But now it is clear that Israel is not going to do the same, and they are going to be more aggressive, and they are trying to evacuate Gaza people from the ടെറിട്ടറി. അപ്പം ഇനിയിപ്പം ഡൊണാൾഡ് ട്രംപും ഉടനെ ഇസ്രായേൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിവിടെ കഴിയുമ്പോൾ കൂടുതൽ ശക്തമായിട്ട് ഗാസയെ പിടിച്ചെടുക്കാൻ അവിടുത്തെ ആൾക്കാർ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനൊക്കെയാണ് ഇസ്രായേൽ ശ്രമിക്കാൻ പോകുന്നത്. അതിന്റെ ന്യൂസാണ് ഈ കിടക്കുന്നത്. അപ്പൊ അതിലൊന്നും വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനൊന്നുമില്ല. താഴോട്ട് വരുമ്പോൾ ഇൻക്വയറി പാനൽ ഫയൽസ് റിപ്പോർട്ട് ഓൺ ക്യാഷ് ഫൈൻഡ് അറ്റ് ജഡ്ജസ് ഹൗസ്. അത് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. യശ്വന്ത് വർമ്മ എന്ന് പറയുന്ന ഡൽഹി ഹൈക്കോർട്ടിലെ പഴയ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ബേൺഡ് നോട്ട്സ് എന്റെ ബാഗ്സ് ഒക്കെ പിടിച്ചെടുത്തു. അപ്പൊ അത് കറപ്റ്റ് ആണ് പുള്ളി എന്നുള്ള കാര്യം ഏതാണ്ടൊക്കെ ഉറപ്പാണ്. അപ്പം അതിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലും ഉറപ്പായിട്ടും സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ഒരു 3 മെമ്പർ കമ്മിറ്റിയാണ് ഉണ്ടാക്കേണ്ടത്. 3 മെമ്പർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 2 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും 1 ഹൈക്കോടതി ജഡ്ജിയും കാണും. അവരാണ് ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് അഗൈൻസ്റ്റ് ആയിട്ടുള്ള കറപ്ഷൻ അലിഗേഷൻ അന്വേഷിക്കേണ്ടത്. ദേ ആർ നൗ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദാറ്റ് സബ്ജക്ട് ആൻഡ് ദേ ഹലോ ഞാനൊരു ക്ലാസ് എടുത്തോണ്ടിരിക്കാം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. അപ്പൊ ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കറപ്ഷൻ അലിഗേഷൻ അന്വേഷിക്കേണ്ട ആരാണ്? അത് ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കറപ്ഷൻ അലിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 മെമ്പർ കമ്മിറ്റിയാണ് അന്വേഷിക്കേണ്ടത്. ആ 3 മെമ്പർ കമ്മിറ്റി എന്ന് പറയുന്നത് 2 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ കാണും, 1 ഹൈക്കോടതി ജഡ്ജിയും കാണും. അങ്ങനെയുള്ള ഒരു കമ്മിറ്റി ഇപ്പോൾ അത് അന്വേഷിച്ചേക്കാണ്. റിപ്പോർട്ട് ഇപ്പോൾ അവർ കൊടുക്കും സുപ്രീം കോടതിക്ക്. അതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളിക്കെതിരെ നടപടികൾ പിന്നെ ഫർദർ ആയിട്ട് വരും. ഓക്കെ. പിന്നെ വേറൊരു ന്യൂസ് ഫ്രണ്ട് പേജിലുള്ളത് പഞ്ചാബ് അസംബ്ലി പാസസ് റെസൊല്യൂഷൻ റെഫ്യൂസിംഗ് ടു ഗിവ് എ ഡ്രോപ്പ് ഓഫ് ഇറ്റ് ഷെയർ ഓഫ് വാട്ടർ ടു ഹരിയാന. അതെന്താണെന്ന് വെച്ചാല് ഇപ്പൊ BBMP ഒരു ഓർഡർ ഉണ്ടായി. BBMP മീൻസ് ബക്ര ബിയാസ് മാനേജ്മെന്റ് ബോർഡ്. ബിയാസ് മാനേജ്മെന്റ്, ബിയാസ് ഒക്കെ റിവർ അല്ലേ, നമുക്കറിയാലോ. ബക്ര മംഗൽ അണക്കെട്ടും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഡാമൊക്കെ. ബിയാസ് റിവറും നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ BBMP എന്ന് പറഞ്ഞ ബക്ര ബിയാസ് മാനേജ്മെന്റ് ബോർഡ്, അത് എന്താണ് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ 1966 തോന്നുന്നു പഞ്ചാബ് എന്ന് ഹരിയാന 2 സ്റ്റേറ്റുകളുണ്ട്. അതുവരെ അൺഡിവൈഡഡ് പഞ്ചാബ് ആയിരുന്നു. ആ പഞ്ചാബ് ഹരിയാനയായിട്ട് മാറുമ്പോൾ ഹരിയാനയ്ക്ക് ഒരു ഫെയർ ഷെയർ ഓഫ് വാട്ടർ പഞ്ചാബിൽ നിന്ന് കിട്ടണം. അത് കൊടുക്കാൻ പഞ്ചാബ് റിലക്റ്റന്റ് ആയിരുന്നു ബിഗിനിങ്ങിൽ. പക്ഷേ പിന്നീട് ഒരുപാട് ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസ് ഗവൺമെന്റുകളാണ് പഞ്ചാബ് ഭരിച്ചതും ഇന്ത്യ ഭരിച്ചതും ഒക്കെ ആ സമയത്ത്. അപ്പൊ അവസാനം ഈ പറഞ്ഞ BBMP ഒക്കെ ഫോം ചെയ്യുന്നു, വെള്ളം ഷെയർ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ SYL കനാൽ എന്ന് പറഞ്ഞൊരു കനാൽ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. സത്ലജ് യമുന ലിങ്ക് കനാൽ, അതായത് പഞ്ചാബിലെ സത്ലജ് റിവറിൽ നിന്നൊക്കെ യമുന റിവർ വരെ ഒരു കനാൽ ബിൽഡ് ചെയ്തിട്ട് ഹരിയാനയിലേക്കൊക്കെയുള്ള വെള്ളം പഞ്ചാബിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി SYL കനാലൊക്കെ ഉണ്ടാക്കിയാണ്. ഇപ്പൊ വെള്ളം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോ ഹരിയാന പറഞ്ഞവർക്ക് ഇനിയും വെള്ളം കിട്ടാനുണ്ട് ഈ പഞ്ചാബിൽ നിന്ന്. പക്ഷെ പഞ്ചാബ് പറഞ്ഞവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞത്. അപ്പം അതൊരു വലിയ വിഷയമായി മാറിയിരിക്കുകയാണ് പഞ്ചാബിന്റെ ഹരിയാനയുടെ ഇടയിൽ. പിന്നെ അവിടെ പൊളിറ്റിക്സ് ഉണ്ട്. പഞ്ചാബ് is being ruled by AAP, Aam Aadmi Party, and Chief Minister of Punjab is Bhagwat Mann. Bhagwat Mann. അതേ സമയത്ത് ഹരിയാന is being ruled by BJP. നയാബ് സിംഗ് സൈനി ആണ് ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ. ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ആണ് നയാബ് സിംഗ് സൈനി. അപ്പോൾ ഒരു പൊളിറ്റിക്സും അതിന്റെ ഇടയിൽ വരും. വാട്ട് എവർ ഇറ്റ് മേ ബി, ദർ ഈസ് എ വെരി ബിഗ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ പഞ്ചാബ് ആൻഡ് ഹരിയാന regarding the sharing of water and regarding the SYL canal and all. SYL canal എന്താണ്? സത്ലജ് യമുന ലിങ്ക് കനാൽ. സത്ലജ് യമുന ലിങ്ക് കനാൽ.
അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ഇത്രയാണ് ഫ്രണ്ട് പേജിലെ ന്യൂസുകൾ. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ സിദ്ധരാമയ്യ പ്രോമിസസ് ഇന്റേണൽ കോട്ട ഫോർ SCs as declared in 2023 manifesto. സിദ്ധരാമയ്യ ആരാണ്? കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ ഓഫ് കർണാടക. ആൻഡ് കോട്ട പൊളിറ്റിക്സ് ഈസ് ഗോയിങ് ടു ബി ഇന്റൻസിഫൈഡ് ഇൻ ഇന്ത്യ soon because India government, Narendra Modi government is planning to conduct a caste census for the first time in independent India. Previously, before independence, when British were ruling India, they conducted a caste census, and still that data, എനിക്കൊന്ന് 1931 33 കണ്ടിട്ടുണ്ടെങ്കിൽ അവസാനം caste census നടക്കുന്നത് when British were ruling India, and that data is being used by current governments also for giving reservation to various communities in India. So ഒരു കോംപ്രിഹെൻസീവ് കാസ്റ്റ് സെൻസസ് ഇന്ത്യയിൽ നടപ്പാക്കണം എന്നുള്ളത് ഇന്ത്യയിൽ ഒരുപാട് കാലത്ത് ആവശ്യമായിരുന്നു. Now നരേന്ദ്രമോദി ഗവൺമെന്റ് ഈസ് ഗോയിങ് ടു കണ്ടക്ട് ദിസ് കാസ്റ്റ് സെൻസസ്. അതിന്റെ ബേസിൽ ഇവിടുത്തെ കോട്ട ഒക്കെ ചിലപ്പോൾ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. ഈവൻ നമ്മളുടെ റിസർവേഷൻ 50% ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്യുന്ന റിസർവേഷൻ. എനി റിസർവേഷൻ എബോവ് ദ threshold limit of 50% is anti-constitutional. Now all political parties are demanding, especially Congress is demanding to raise the limit of reservation up to 68-69% because that much OBCs and SCs are there in India. For that they are demanding a caste census. Caste census findings in the basis India constitution എന്ത് ചെയ്യണം? അമെൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ റിസർവേഷൻ 60% അല്ലെങ്കിൽ 70% ഒക്കെ ആക്കാൻ പറ്റൂ. അപ്പൊ റിസർവേഷന്റെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ 50% വരെ പറ്റുള്ളൂ. അത് എൻഹാൻസ് ചെയ്യാനും ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ കാസ്റ്റ് സെൻസസ് നടത്തുന്നത്. ഇതിപ്പോ ഞാൻ ഇത് പറയാൻ കാര്യം ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ കാര്യമല്ല. ഇത് കർണാടകത്തിൽ ഇപ്പോ സബ് കാറ്റഗറൈസേഷൻ ഓഫ് SCs ഒക്കെ വരാൻ പോയാ. ഇപ്പൊ SC/ST റിസർവേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ കേരളം തന്നെ എടുത്തു വെച്ചാൽ SCക്ക് റിസർവേഷൻ ഇത്ര പെർസെന്റേജ്, STക്ക് റിസർവേഷൻ ഇത്ര പെർസെന്റ്, അങ്ങനെയുള്ളൂ. SCക്ക് അകത്ത് പുലയ കമ്മ്യൂണിറ്റിക്ക് ഇത്ര റിസർവേഷൻ അല്ലെങ്കിൽ കുറവ കമ്മ്യൂണിറ്റിക്ക് ഇത്ര റിസർവേഷൻ, അങ്ങനെ ഇല്ല. അതാണ് സബ് കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷെ OBCക്ക് അകത്ത് സബ് കാറ്റഗറൈസേഷൻ പല സ്റ്റേറ്റുകളും കൊടുക്കുന്നുണ്ട്. പക്ഷേ SC സബ് കാറ്റഗറൈസേഷൻ ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും നടപ്പാക്കാൻ പോയി. അതിനുള്ള അനുമതി സുപ്രീം കോടതി 2020 കൊടുത്തു. 2023 സുപ്രീം കോടതി SC സബ് കാറ്റഗറൈസേഷൻ കൊടുത്തു. അങ്ങനെ സബ് കാറ്റഗറൈസേഷൻ കൊടുക്കുമ്പോൾ ഒരു ഹോമോജിനസ് ആയിട്ടുള്ള SC റിസർവേഷൻ ഇത്ര പെർസെന്റേജ്, ഇപ്പൊ സപ്പോസ് 8% ആണ് SC റിസർവേഷൻ എന്ന് കരുതിക്കോ. അതിപ്പം അതിലുള്ള എക്കണോമിക്കലി സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂമറിക്കലി സ്ട്രോങ് ആയിട്ടുള്ള SCക്കകത്തുള്ള കമ്മ്യൂണിറ്റീസ് തന്നെ കാണും. അവർക്കായിരിക്കും കിട്ടുന്നത്. അല്ല ഏറ്റവും പാവപ്പെട്ട ഏറ്റവും ന്യൂമറിക്കലി എത്ര സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് അത് കിട്ടാതെ പോകും. അപ്പൊ അത് ഒഴിവാക്കാനാണ് സബ് കാറ്റഗറൈസേഷൻ വരുന്നത്. SCക്കകത്ത് തന്നെ ഇത്ര പെർസെന്റേജ് SCയിലെ ഒരു കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ, വേറൊരു കമ്മ്യൂണിറ്റിക്ക് ഇത്ര പെർസെന്റ് റിസർവേഷൻ ബേസ്ഡ് ഓൺ ദിയർ പോപ്പുലേഷൻ ആൻഡ് സോഷ്യൽ സ്റ്റാൻഡിങ്. അതിനാണ് സബ് കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ വരാൻ പോയാ അതിന്റെ അനുമതി സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഹിന്ദുവിലെ എഡിറ്റോറിയൽ പേജിൽ ഒരു എഡിറ്റോറിയൽ വരെ അതിനെ കുറിച്ചുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. സിദ്ധരാമയ്യ ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കർണാടക. പിന്നെ ലഡ്കി ബഹൻ സ്കീമിനെ കുറിച്ച് സ്ഥിരമായിട്ട് ഇതിന്റെ അകത്ത് പലപ്പോഴും ന്യൂസ് വരാറുണ്ട്. ലഡ്കി ബഹൻ സ്കീം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ക്യാഷ് സപ്പോർട്ട് സ്കീമാണ്. മഹാരാഷ്ട്രയിലെ ദേവേന്ദ്ര ഫട്നാവിസ് ഗവൺമെന്റ്, ചീഫ് മിനിസ്റ്റർ ഓഫ് മഹാരാഷ്ട്ര ഇസ് ദേവേന്ദ്ര ഫട്നാവിസ്, അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ക്യാഷ് സപ്പോർട്ട് സ്കീമാണ് ലഡ്കി ബഹൻ സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ കുറിച്ചൊരു ന്യൂസ് അവിടെ കാണാം. ഇനി അത് കഴിഞ്ഞ് ഞാൻ അടുത്ത പേജിലേക്ക് പോകുമ്പോ കൊൽക്കത്തയിലെ മമതാ ബാനർജി ഒരു വിസിറ്റ് മുർഷിദാബാദിലൊക്കെ നടത്തുന്ന, മുർഷിദാബാദിൽ ഈ ഇടയ്ക്ക് വഖഫ് അമെൻമെന്റ് ആക്ട് 2025 പേരിൽ വലിയ പ്രതിഷേധവും അത് കമ്മ്യൂണൽ റൈറ്റ് ആയിട്ടൊക്കെ മാറിയ ഒരു സ്ഥലമാണ് മുർഷിദാബാദ്. അവിടെ മമതാ ബാനർജി വിസിറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ കാണാം. പിന്നെ താഴോട്ട് വരുമ്പോ ഇവിടെ നിങ്ങൾക്ക് രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്ററിന്റെയും BJP പ്രസിഡന്റിന്റെയും ഫോട്ടോ കാണാം. രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഭജൻലാൽ ശർമ്മ ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് രാജസ്ഥാൻ. ഭജൻലാൽ ശർമ്മ. ആൻഡ് JP നദ്ദ BJPയുടെ ചീഫ് എന്നുള്ളതിന് ഉപരി അദ്ദേഹം ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ പേജിലെ ന്യൂസ് എന്ന് പറയുന്നത്. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ നമ്മൾ എഡിറ്റോറിയൽ പേജാണ്. എഡിറ്റോറിയൽസ് അത്ര ടഫ് എഡിറ്റോറിയൽസ് ഒന്നും അല്ല. നമുക്കൊന്ന് പെട്ടെന്ന് നോക്കി പോവാം എന്തൊക്കെയാണ് എഡിറ്റോറിയൽ. കാസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന എഡിറ്റോറിയൽ ആണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. ദിസ് ഈസ് അബൌട്ട് ദ കാസ്റ്റ് സെൻസസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് ഗോയിങ് ടു ബി കണ്ടക്ടഡ് സൂൺ. സോ ഞാൻ നേരത്തെ പറഞ്ഞു കാസ്റ്റ് സെൻസസ്. എന്തുകൊണ്ട് കാസ്റ്റ് സെൻസസ്? 1931 ആണെന്ന് എന്റെ ഓർമ്മ. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളാം. 31 അല്ലെങ്കിൽ 33 ഇതിലേതോ ഒരു ഇയർ ആണ്. 31 ആണെന്ന് തോന്നുന്നു. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ കാസ്റ്റ് സെൻസസ് അവസാനമായിട്ട് നടപ്പാക്കിയത്. ഇന്ത്യയിൽ അല്ലാതെ ഡെസിനിയൽ സെൻസസ് എല്ലാ 10 വർഷം കൂടുമ്പോഴും നടക്കാറുണ്ട്. ഇപ്പൊ സെൻസസ് 2021 നടക്കേണ്ടതായിരുന്നു. ആ സമയത്ത് കോവിഡ് ആയിരുന്നുകൊണ്ട് അത് നടന്നില്ല. പക്ഷേ ഗവൺമെന്റ് ഇപ്പോൾ അത് ഡിലേ ചെയ്യുകയാണ്. പക്ഷെ നെക്സ്റ്റ് ഇയർ മോസ്റ്റ് പ്രോബബ്ലി ഇന്ത്യയിൽ സെൻസസ് നടക്കും. അതിനൊപ്പമാണല്ലോ ഈ കാസ്റ്റ് സെൻസസ് ഇപ്പൊ നടത്തുന്നത് ഗവൺമെന്റ് അനൗൺസ് ചെയ്തേക്കുന്നത്. അപ്പൊ കാസ്റ്റ് സെൻസസിന്റെ കാരണം, അപ്പോ
നമ്മൾ ഈ റിസർവേഷന്റെ ഒരു ഹിസ്റ്ററി ഇന്ത്യയിൽ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഈ റിസർവേഷന്റെ കാര്യമൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ ഈവൻ ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചീഫ് ആർക്കിടെക്ട് പോലും ആ സമയത്ത് SC/ST റിസർവേഷനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. സോ ഒറിജിനലി ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദർ വാസ് പ്രൊവിഷൻ ഫോർ ഓൺലി റിസർവേഷൻ ഫോർ SCs and STs, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. പക്ഷേ സബ്സിക്വന്റ് ആയിട്ട് വലിയ ഡിമാൻഡ് വരികയാണ്. OBC പൊളിറ്റിക്സ് ഇന്ത്യയിൽ ഭയങ്കര സ്ട്രോങ് ആവുകയാണ്. അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് അവർക്ക് റിസർവേഷൻ വരണമെന്നുള്ള വലിയ പ്രശ്നങ്ങൾ വരുന്നു. അതിനുവേണ്ടിയുള്ള കമ്മിറ്റീസ് വരുന്നു. പക്ഷെ അതിന് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ശ്രമം വരുന്നത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വഴിയാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് 1979 ഉണ്ടാവുന്നത്. ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പക്ഷേ പിന്നീട് വരുന്ന ഇന്ദിരാഗാന്ധി ഗവൺമെന്റോ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന രാജീവ് ഗാന്ധി ഗവൺമെന്റ്, ഇത് രണ്ടും കോൺഗ്രസ് ഗവൺമെന്റുകളാണ്, നടപ്പാക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷേ 1989 ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന VP സിംഗ് എന്ന് പറയുന്ന ജനതാദളിന്റെ പ്രൈം മിനിസ്റ്റർ VP സിംഗ്, he decided to implement Mandal Commission report. Mandal Commission report was about giving reservation for OBC communities in India, other backward communities in India. അപ്പോൾ 1990 ഇന്ത്യയിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാവുകയാണ്. VP സിംഗിന്റെ പ്രൈം മിനിസ്റ്റർ സമയത്ത് 27% റിസർവേഷൻ OBCസിനും വരികയാണ്. 27% റിസർവേഷൻ OBCസിനും വരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ OBC പൊളിറ്റിക്സ് അതിശക്തമാണ്. അന്ന് അതിനെതിരെ വലിയ പ്രക്ഷോഭം ഇന്ത്യയിൽ നടന്ന റിസർവേഷൻ അഗേൻസ്റ്റ് ആയിട്ട് അപ്പർ കാസ്റ്റുകളൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും അതിനുശേഷം ഇന്ത്യയിൽ ഇത്രയും ന്യൂമറിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള OBCസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയം ഒരു പാർട്ടിക്ക് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും OBCസിന്റെ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വളരെയധികം കെയർഫുൾ ആണ്. BJPയും മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസും എല്ലാവരും. അപ്പൊ ഇപ്പോ there is a strong demand from the opposition parties, including the Congress, to conduct a caste census to give adequate representation to all the backward communities in India. സോ അതാണ് ഇപ്പം നടക്കാൻ പോണത്. അതാണ് ഇപ്പം BJP ചെയ്യും എന്നിപ്പം പ്രഖ്യാപിച്ചിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റില്. അപ്പൊ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ OBC റിസർവേഷൻ വരുമ്പോഴും ക്രീമി ലെയർ എന്നൊരു സംവിധാനം കൂടെ കൊണ്ടുവരും. അതായത് OBCസിലെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് റിസർവേഷൻ കൊടുക്കാതിരിക്കുക, അവരെ ജനറൽ ആയിട്ടേ കൂട്ടുള്ളൂ. OBCസിലെ പൂർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം റിസർവേഷൻ കൊടുക്കുക, നല്ല കാര്യമാണ്. പക്ഷെ ഇപ്പോഴും SC/ST റിസർവേഷനിൽ ഈ ക്രീമി ലെയർ എന്നുള്ള സംവിധാനം ഇല്ലതാനും, OBCസിലേ ഉള്ളൂ. അപ്പൊ ഈ OBCക്കകത്ത് EBC എന്നൊരു സംവിധാനം ഉണ്ട്. EBC എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ബാക്ക്വേർഡ് കാസ്റ്റ്. OBC മീൻസ് അതർ ബാക്ക്വേർഡ് കാസ്റ്റ്. അതിന്റെ അകത്ത് ഇപ്പൊ കേരളത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടാണ്, ഈഴവ കമ്മ്യൂണിറ്റീസ് ആൻഡ് OBC കമ്മ്യൂണിറ്റി, മുസ്ലിം ഇസ് ആൻഡ് OBC കമ്മ്യൂണിറ്റി. പക്ഷെ ഇവർ രണ്ടുപേരും സോഷ്യലി നോക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ മറ്റ് ജനറൽ കമ്മ്യൂണിറ്റീസിനൊപ്പം അല്ലെങ്കിൽ നായേഴ്സ് പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ജനറൽ കമ്മ്യൂണിറ്റീസിനൊപ്പം നിൽക്കുന്ന രണ്ട് കമ്മ്യൂണിറ്റീസ് ആണ്, ഈവൻ ഇഫ് ദേ ആർ OBCs. അതേസമയത്ത് ഈ OBC കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഇത്രയും സിഗ്നിഫിക്കന്റ്, ഇത്രയും സ്ട്രോങ് അല്ലാത്ത ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഞാൻ ആരെയും പേരൊന്നും പറയുന്നില്ല. അവര് നമുക്ക് EBCs എന്ന് പറയാനുണ്ട്, എക്സ്ട്രീംലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടൊരു കാസ്റ്റ് സെൻസസ് നടപ്പാക്കിയിട്ട് ഈ കാസ്റ്റ് സെൻസസിന്റെ ബേസിൽ ഓരോരുത്തരുടെയും കമ്മ്യൂണിറ്റി റെപ്രസെന്റേഷൻ കണ്ടെത്തി, ന്യൂമറിക്കൽ സ്ട്രെങ്ത് മനസ്സിലാക്കി, അവരുടെ ലാൻഡ് ഓണിംഗ് കപ്പാസിറ്റി മനസ്സിലാക്കി, അവരുടെ ഒരു സോഷ്യൽ പ്രൊഫൈലിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ സബ് കാറ്റഗറൈസേഷനോ റിസർവേഷനോ കൊടുത്ത് അഡിക്വേറ്റ് ആയിട്ടുള്ള റിസർവേഷൻ ഇതിനകത്ത് ആൾക്കാർക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഈവൻ വേണമെങ്കിൽ റിസർവേഷൻ എൻഹാൻസ് ചെയ്യാനും പറ്റും. അതൊക്കെ പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ടൈം. എന്ന് വെച്ചാൽ ഇത് വലിയൊരു പ്രശ്നമാണ്. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കാസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. ഇവരുടെ എന്യൂമറേഷൻ നടത്തുന്നതിന് ഭയങ്കര പാടായിരിക്കും. ഇത് ഇനിയിപ്പം ഡിജിറ്റലിയാണ് നടത്താൻ പോകണം. ഡിജിറ്റലി നടത്തുമ്പോൾ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു പോപ്പപ്പ് വിൻഡോ വന്നാൽ തന്നെ എത്ര സബ് കാസ്റ്റുകൾ ഇത് കാണിക്കേണ്ടി വരും, കാസ്റ്റുകളെയും സബ് കാസ്റ്റുകളെയും. പിന്നെ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡേറ്റ തന്നെ പലപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. ഒരു കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ അതിന്റെ ബേസിൽ വെട്ടിക്കുറയ്ക്കുകയോ മറ്റൊരു കമ്മ്യൂണിറ്റി കൂട്ടിക്കൊടുക്കുകയോ ചെയ്ത് അതിന്റെ പേരിൽ ഭയങ്കര സോഷ്യൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. എന്തായാലും ഇതിപ്പോൾ ഒരു സെൻസസ് നടത്തിയോണ്ട് ഉടനെ തന്നെ ഇതിന്റെ കംപ്ലീറ്റ് സിനാരിയോ മാറ്റി അതിന്റെ ബേസിൽ അഡിക്വേറ്റ് റിസർവേഷനോ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ എന്താ ഇന്ത്യയിൽ വരാൻ പോണ കാസ്റ്റ് സെൻസസിനെ കുറിച്ചുള്ള ഒരു തന്നേ ഉള്ളൂ. ഇടയ്ക്ക് വെച്ച് SCCC എന്ന് പറഞ്ഞൊരു സെൻസസ് ഇന്ത്യയിൽ നടത്തിയായിരുന്നു, സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് 2011 കാലഘട്ടത്തിൽ. അതുപോലും അത് പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞ് പിന്നെ ഗവൺമെന്റ് സ്ക്രാപ്പ് ചെയ്യുക ചെയ്ത് SCCC, സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ്. ഇനി രണ്ടാമത്തെ എഡിറ്റോറിയൽ മാരിടൈം ഹബ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഇതെന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ഇത് വായിച്ച് എല്ലാവർക്കും മനസ്സിലാവുന്നത്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് ഈസ് അബൌട്ട് ദി വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്, ഫസ്റ്റ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ ഇത് എന്നേ നടപ്പിലാവേണ്ട ഒരു പോർട്ടായിരുന്നു. കാര്യം പ്രകൃതിദത്തമായിട്ട് നാച്ചുറലായിട്ട് ഡ്രഡ്ജിംഗ് ഒന്നും നടത്താതെ തന്നെ മദർഷിപ്പുകൾക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പുകളായ മദർഷിപ്പുകൾക്ക് അടുക്കാൻ ആഴമുള്ള ഇന്ത്യയിലെ ഒരേ ഒരു തുറമുഖം പോർട്ട് എന്നുള്ള അതാണ് വിഴിഞ്ഞം. പക്ഷെ ആ വിഴിഞ്ഞം നടപ്പാക്കിയെടുക്കുന്നതിൽ ഒരുപാട് കാലതാമസം നേരിട്ടു, ആരുടെയൊക്കെയോ കുഴപ്പം കൊണ്ട് മനസ്സിലായി. പക്ഷെ അവസാനം 2015 ഉമ്മൻചാണ്ടി
അതിന്റെ സകല എതിർപ്പുകളെയും മറികടന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശിലാസ്ഥാപനം നടത്തുന്നവരെ കൊണ്ടെത്തിച്ചു, അദാനി പോർട്സ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ചേർന്നിട്ട്. പിന്നീട് അതിനുശേഷം വന്ന പിണറായി വിജയൻ ഗവൺമെന്റ് അവരുടേതായ രീതിയിൽ പിന്നീട് വന്ന ചലഞ്ചസിനെല്ലാം ഓഖി ചുഴലിക്കാറ്റും കോവിഡും അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ സ്ട്രൈക്കും എല്ലാം മറികടന്ന് അവര് അതിനെ ഇനാഗുറേഷൻ വരെ കൊണ്ടെത്തിച്ചു. സെൻട്രൽ ഗവൺമെന്റ് അവരുടേതായ സഹായങ്ങളും അതിൽ കൊടുത്തു. അപ്പൊ ഇത് വഴി നമ്മൾ ഇപ്പൊ ഇത്രയും കാലം ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അത് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ റീൽസ് ഒക്കെ ഉണ്ടാക്കിയത് മുമ്പ് ഇട്ടിട്ട് പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറഞ്ഞാൽ വമ്പൻ ഷിപ്പുകൾക്ക് ഒരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് അടുക്കാൻ പറ്റിയില്ലെങ്കിൽ ട്രാൻസ്ഷിപ്മെന്റിന് കപ്പാസിറ്റി ഉള്ള തുറമുഖങ്ങൾ, ഇപ്പൊ ഇന്ത്യക്ക് അടുത്തത് കൊളംബോയും ദുബായും സിംഗപ്പൂരും ഒക്കെയാണ്, അവിടെ അടുത്തിട്ട് അവിടെ നിന്ന് ഈ വലിയ ഷിപ്പിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി വെച്ചിട്ട് ചെറിയ ഷിപ്പുകളിലേക്ക് കയറ്റി നമ്മളെ രാജ്യത്തേക്കൊക്കെ വരും. അതിനാണ് ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ എന്ത് നഷ്ടമാണെന്ന് ആലോചിക്കണം. അവിടെ വന്നിട്ട് വീണ്ടും ഒരു ഹാൻഡ്ലിംഗ് ചാർജ് കൊടുത്ത് ചെറിയ ഷിപ്പിലേക്ക് മാറ്റുന്നു, ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ വിഴിഞ്ഞെത്തി ട്രാൻസ്ഷിപ്മെന്റിന് ഉള്ള ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇരുന്നിട്ട് നമുക്ക് അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന മില്യൺസ് ഓഫ് ഡോളേഴ്സ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അന്താരാഷ്ട്ര കപ്പൽ ചാലുകൾക്ക് വളരെ അടുത്താണ് ഗൾഫിലേക്കും അല്ലെങ്കിൽ യൂറോപ്പിലേക്കും ഒക്കെ പോകുന്ന ഷിപ്പുകൾ പോകുന്ന ഇന്റർനാഷണൽ സീ റൂട്ടിന് അടുത്താണ് ഈ വിഴിഞ്ഞം എന്നുള്ളത് മറ്റൊരു വലിയ സൗകര്യമാണ്. അതുകൊണ്ട് ഭാവിയിൽ കൊളംബോ പോലുള്ള പോർട്ടുകളുടെ പ്രാധാന്യം കുറയാനുള്ള സാധ്യതയുമുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് ഹാൻഡ്ലിംഗ് കോസ്റ്റ്, അത് ഇതിന്റെ എഡിറ്റോറിയലിന്റെ അകത്ത് ഇല്ല, മുമ്പ് ഒരു ദിവസം ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചത്, ഇന്ത്യയുടെ ലോജിസ്റ്റിക് ഹാൻഡ്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് അറൌണ്ട് 14% ഓഫ് അവർ GDP ആണ്. അത് വേൾഡ് ആവറേജ് ഡെവലപ്ഡ് നേഷൻസിലൊക്കെ 9% ഓഫ് GDP ഉള്ളൂ. വിഴിഞ്ഞം വരുന്നതോടുകൂടി അത് 7% ഓഫ് GDP ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നാണ് ഈ ഇടയ്ക്ക് ഒരു ആർട്ടിക്കിളിൽ ഞാൻ വായിച്ചത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ. പിന്നെ നമ്മളെ രാജ്യത്തുള്ള പ്രോഡക്ട്സ് വളരെ പെട്ടെന്ന് ഇന്റർനാഷണൽ വിപണിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും ഈ പോർട്ടിന്റെ ഇന്റർനാഷണൽ സീ റൂട്ടുകളോടുള്ള അടുപ്പം കൊണ്ട്. പിന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സെമി ഓട്ടോമേറ്റഡ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എനേബിൾഡ് ആയിട്ടുള്ള മെക്കാനിസംസ് ആണ് ഈ കാർഗോ ഹാൻഡ്ലിങ്ങിനും ട്രാൻസ്ഷിപ്മെന്റും ഒക്കെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷിപ്പുകളുടെ ടേൺ അറൗണ്ട് ടൈം ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികൾ സൗത്ത് ഏഷ്യയിലെ ഷിപ്പിംഗിന്റെ ഹബ്ബായിട്ട് ഇതിനെ തെരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി MSC എന്ന് പറയുന്ന കമ്പനി, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്നത് ഡെൻമാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവർ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു വിഴിഞ്ഞം അവരുടെ സൗത്ത് ഏഷ്യയിലെ ഹബ്ബാക്കാൻ. അങ്ങനെ ഇന്ത്യയുടെ ഡെവലപ്മെന്റിൽ, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയുടെ ഡെവലപ്മെന്റിൽ വളരെ വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു പോർട്ടായിരിക്കും വിഴിഞ്ഞം പോർട്ട് എന്നുള്ള കാര്യം ഇതിന്റെ അകത്ത് അവർ ഊന്നി പറയുന്നുണ്ട്. പക്ഷേ റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ ഇന്ത്യ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകാരും നമ്മളുടെ ഷിപ്പിംഗ് ബിസിനസ് എന്ന് പറഞ്ഞാൽ വെയർ ഹൗസിംഗും ലോജിസ്റ്റിക്സും അസോസിയേറ്റഡ് ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസും എല്ലാം ചേർന്നതാണ്. അതുപോലെ റോഡ് കണക്ടിവിറ്റി വേണം, റെയിൽവേ കണക്ടിവിറ്റി വേണം. ഇതെല്ലാം ചെയ്യാൻ പോയാണ്. പക്ഷെ സമയബന്ധിതമായിട്ട് ടൈം ബൗണ്ടായിട്ട് തീർക്കണം. പിന്നെ സെക്കൻഡ് ഫേസിന് വേണ്ടിയിട്ട് 2022 സെക്കൻഡ് ഫേസ് കംപ്ലീറ്റ് ആവുന്ന പറഞ്ഞത് 9,500 crore ഇൻവെസ്റ്റ്മെന്റ്, അതെല്ലാം ടൈം ബൗണ്ടായിട്ട് തീർക്കണം. ഫസ്റ്റ് ഫേസിൽ 5,595 കോടി കേരള ഗവൺമെന്റ്, 2,454 കോടി അദാനി ഗ്രൂപ്പ്, 818 കോടി സെൻട്രൽ ഗവൺമെന്റ് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്. ഇതൊക്കെയാണ് ഇതിൽ ഇതുവരെ കിട്ടിയ ഫണ്ടിങ്. അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. ഇനി ദ മെസ്സേജിംഗ് ഫ്രം പുട്ടിംഗ് ദ IWT ഇൻ അബേൻസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കാണാം. ഇത് സംഭവം വേറെ ഒന്നുമല്ല. IWT അറിയാലോ, ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത് 1960s വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി ഇന്ത്യ ഉണ്ടാക്കുന്ന ഒരു ട്രീറ്റിയാണ്. ആ ട്രീറ്റി പ്യുവർലി ഇന്ത്യയുടെ ഇൻട്രസ്റ്റിലേക്ക് എതിരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നെഹ്റു എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്ത പ്രധാനമന്ത്രിയാണ്. ഹി വാസ് എ വെരി ഗ്രേറ്റ് ഫ്രീഡം ഫൈറ്റർ. He is one of the best prime ministers of India. He was a visionary. He was a statesman. അതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഏത് മനുഷ്യനും മിസ്റ്റേക്ക് പറ്റാവുന്ന പോലെ 2-3 മിസ്റ്റേക്സ് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അതിൽ ഒരു മിസ്റ്റേക്ക് ഇൻഡസ് വാട്ടർ ട്രീറ്റിയാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് അപ്പർ റൈപ്പേറിയൻ സ്റ്റേറ്റ് ഇന്ത്യയാണ്. അപ്പൊ 6 നദികൾ ഇൻഡസ് വാട്ടർ ട്രീറ്റിലുള്ളത്: ഇൻഡസ്, ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ഈ 6 നദികളിൽ നിന്നുള്ള വെള്ളം ഇൻഡസ് വാട്ടർ ട്രീറ്റി വഴി 3 നദികളുടെ കൺട്രോൾ നമുക്ക് ഇൻഡസ്, ഝലം, ചെനാബ് ഈ നദികളുടെ കൺട്രോൾ പാകിസ്ഥാൻ, രവി, ബിയാസ്, സത്ലജിന്റെ കൺട്രോൾ ഇന്ത്യക്ക്. കൺട്രോൾ ആർക്കും ആയിക്കോട്ടെ, നമ്മൾ ചെയ്ത ഏറ്റവും വലിയ ജനറോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ നദികളിൽ നിന്നുള്ള വെള്ളത്തിന്റെ 80% പാകിസ്ഥാനാണ് കൊടുത്തത്. നമ്മൾ അപ്പർ റൈപ്പേറിയൻ സ്റ്റേറ്റ് ആയിരുന്നിട്ട് പോലും 80% പാകിസ്ഥാന് കൊടുത്തു.
ജമ്മു ആൻഡ് കാശ്മീരിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഒമർ അബ്ദുള്ള റീസെന്റ് പറഞ്ഞുകൊണ്ട് ജമ്മു ആൻഡ് കാശ്മീരിനോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതല്ല ഇൻഡസ് വാട്ടർ ട്രീറ്റി ആണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ന്യൂസ് കിട്ടും. കഴിഞ്ഞ ഒരു 10 ദിവസമാകത്തുള്ള അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ആയിട്ട് മനഃപൂർവ്വം ദ്രോഹിച്ചതൊന്നുമല്ല, ഒരു പക്ഷേ പാകിസ്ഥാനായിട്ടുള്ള നല്ല ബന്ധം ആഗ്രഹിച്ചുകൊണ്ട് നെഹ്റു അന്ന് അങ്ങനെ ചെയ്തതായിരിക്കാം. അപ്പൊ എന്തായാലും ലോകത്തിലെ ഏറ്റവും ജനറസ് ആയിട്ടുള്ള വാട്ടർ ട്രീറ്റി എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും IWT എന്നായിരിക്കും കിട്ടുന്ന ആൻസർ, ഇൻഡസ് വാട്ടർ ട്രീറ്റി. മനസ്സിലായോ? അപ്പൊ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഉപയോഗിച്ച് നമ്മളെ വെള്ളം ആണ് പാകിസ്ഥാൻ കൂടുതൽ അവിടുത്തെ അഗ്രികൾച്ചർ നിലനിർത്തുന്ന, അതാണ് അവരുടെ ഡ്രിങ്കിങ് വാട്ടർ മിക്കവാറുള്ള എല്ലാ സിറ്റീസിലും അതാണ്, നമ്മളെ ഇന്ത്യ എന്ന് ഒഴുകുന്ന നദികളിൽ നിന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ഹൈഡ്രോ പവർ ജനറേഷൻ ഇതെല്ലാം ഇതിൽ നിന്നാണ്. അപ്പൊ ഈ വാട്ടർ ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്യാമോ ഇന്ത്യ ഈ ചെയ്യുന്ന ഇപ്പൊ ഇൻഡസ് വാട്ടർ ട്രീറ്റി അബേൻസിൽ നിർത്തുന്ന പറഞ്ഞാൽ ഇത് സസ്പെൻഡ് ചെയ്യുന്ന, അല്ലാതെ നമ്മൾ സ്ക്രാപ്പ് ചെയ്യുന്നല്ല. അബേൻസിൽ നിർത്തുന്നത് സസ്പെൻഡ് ചെയ്തു തൽക്കാലത്തേക്ക്, അവർ നന്നാവുന്നത് വരെ. പക്ഷെ അവർ നന്നാവാൻ ചാൻസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ എന്താവെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഈ വേൾഡ് ബാങ്ക് ഉണ്ടാക്കി ഇൻഡസ് വാട്ടർ ട്രീറ്റ്, അപ്പം ഇവര് വാട്ടർ ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ അത് ധാർമ്മികതയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ രാജ്യത്ത് ബ്ലഡ് അവർ ഒഴുക്കുമ്പോൾ നമുക്ക് വാട്ടർ ഒഴുക്കും തടയാൻ പറ്റും വേണമെങ്കിൽ. അപ്പൊ നമ്മളുടെ രാജ്യത്ത് ജനങ്ങളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മളുടെ രാജ്യം പല നടപടികളും എടുക്കാം. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കാൻ മറ്റൊരു രാജ്യത്തിന്റെയോ മറ്റു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയോ കണ്ണിൽ ചിലപ്പോൾ തെറ്റാണെന്ന് ചിലപ്പോൾ ചിലർക്കൊക്കെ തോന്നിയേക്കാമെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി, നാഷണൽ ഇൻട്രസ്റ്റ് ആണല്ലോ വലുത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്ന് ഇതുപോലെ വിത്ഡ്രോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യമൊക്കെയാണ് ഇതിൽ ചർച്ച ചെയ്തേക്കുന്നത്. ഇതിൽ പറഞ്ഞേക്കുന്ന വിയന്ന കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ട്രീറ്റീസ് എന്നൊരു സംഭവമുണ്ട്. വിയന്ന കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ട്രീറ്റീസ് അതനുസരിച്ച് യൂണിലാറ്ററലി നമുക്ക് ഈ പറഞ്ഞ IWT വിത്ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് റീനെഗോഷിയേറ്റ് എന്ന് പണ്ടേ പറയുന്നത്. കാര്യം 80% വെള്ളം അവർക്ക് കിട്ടും, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല, പല ഡാമുകളും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവർ കോർട്ട് ഓഫ് ആർബിട്രേഷനിലൊക്കെ പോയി പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പാകിസ്ഥാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇത് റീനെഗോഷിയേറ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ പാകിസ്ഥാൻ ഒരിക്കലും റീനെഗോഷിയേറ്റ് തയ്യാറാവത്തില്ല, അവർ അതിനെ എപ്പോഴും റിജക്ട് ചെയ്തേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് അവർക്ക് അല്ലേ അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നത്, അവർ റീനെഗോഷിയേറ്റ് ചെയ്യുമോ ഒരിക്കൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം ഈ വിയന്ന കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ട്രീറ്റീസിൽ ഇന്ത്യ സിഗ്നറ്ററി അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അനുസരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി പാകിസ്ഥാൻ സിഗ്നറ്ററി ആണെന്ന് വെച്ചാൽ സിഗ്നറ്ററി ആണ്, സൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരുടെ പാർലമെന്റിൽ ഇത് റാറ്റിഫൈ ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാൻ ഇഫക്റ്റീവ്ലി സിഗ്നറ്ററി ആയതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. പിന്നെ ഇതിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാനുള്ള കുറെ പ്രൊവിഷൻസ് ഒക്കെ ഇൻഡസ് വാട്ടർ ട്രീറ്റിക്കകത്ത് തന്നെ ഉണ്ട്. അതായത് ചില സിറ്റുവേഷൻസ് അതിൽ പറയുന്നുണ്ട്. ആ സിറ്റുവേഷൻസ് വേണമെങ്കിൽ ഇതിൽ ഇന്ത്യക്ക് ഇൻവോക്ക് ചെയ്ത് ഇതിൽ നിന്ന് വേണമെങ്കിൽ വിത്ഡ്രോ ചെയ്യാനൊക്കെ പറ്റുമെന്നും ഈ ആർട്ടിക്കിളിന്റെ വരികൾക്കിടയിൽ ഈ ആർട്ടിക്കിളിന്റെ ഓതേഴ്സ് പറയുന്നുണ്ട്. പിന്നെ ഇത് ഇന്റർനാഷണലി ഇന്ത്യയുടെ സ്റ്റാച്ചർ കുറയ്ക്കും, ഇന്ത്യ ഒരു റെസ്പോൺസിബിൾ നേഷൻ എന്നുള്ള ഇന്ത്യയുടെ പദവി നഷ്ടപ്പെടും, ഇങ്ങനെയൊക്കെയുള്ള കുറെ ക്രിറ്റിസിസംസ് ഇതിന്റെ അകത്തും പലയിടത്തും ഞാൻ വായിച്ചു. ഇതിനകത്ത് മാത്രമല്ല പല ആർട്ടിക്കിളിലും. കാരണം മറ്റൊരു രാജ്യത്തിന് വെള്ളം നിഷേധിച്ചുകൊണ്ട് നമ്മളൊരു വാട്ടർ വെപ്പണായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ചൈന, ഈ ഒരു ഇന്ത്യ ഇങ്ങനെ ചെയ്താൽ ചൈനയും ഒരുപക്ഷെ ഇന്ത്യക്കെതിരെ അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ബ്രഹ്മപുത്ര റിവറൊക്കെ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് ഇങ്ങോട്ട് ഒഴുകുന്ന നദികളാണ്. അപ്പം അവർക്കും അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പക്ഷേ ബ്രഹ്മപുത്ര റിവർ ഇന്ത്യയെ കൂടെ കുറച്ചേ ഒഴുകുന്നുള്ളൂ. അപ്പൊ ചൈനയ്ക്ക് ഒരു ലിമിറ്റഡ് ഇമ്പാക്ട് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് ഞാൻ വായിച്ചു. അപ്പൊ എന്തായാലും ഇൻഡസ് വാട്ടർ ട്രീറ്റി അബേൻസിൽ നിർത്തുക എന്ന് പറഞ്ഞ തൽക്കാലം ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാനും ഇന്ത്യയിലെ ജനങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു ടെമ്പർ ഒന്ന് ഇതാക്കി നിർത്താനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ചെയ്തേ പറ്റൂ. ഫ്യൂച്ചറിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിന്റെ ബേസിൽ ഇനി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തായിരിക്കും മറ്റു കാര്യങ്ങൾ വരുന്നത്. എന്തായാലും ഇതൊരു ആർട്ടിക്കിളാണ്, വായിച്ചു നോക്കുക. താഴോട്ട് വരുമ്പോ റീഡ്രോയിങ് നോട്ട്സ് ഓഫ് പ്രറ്റി എനർജി ഫുഡ് പ്രിന്റ് ഓഫ് AI. ഇത് വേറെ ഒന്നുമില്ല, അത് വായിച്ച എല്ലാവർക്കും മനസ്സിലാവുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടല്ലോ. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളിപ്പം ചാറ്റ് GPT യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനി യൂസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ യൂസ് ചെയ്യും. നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് വലിയ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ടുള്ള എനർജിയാണ് കൺസ്യൂം ചെയ്യുന്നത്. ഇതിൽ ഗ്ലോബലി എല്ലാ ഈ പിന്നെ ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട കമ്പനികളും അവർ ഡേറ്റ പ്രോസസ്സിംഗ് പിന്നെ സെന്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡേറ്റ പ്രോസസ്സിംഗ് സെന്റേഴ്സിൽ ഭയങ്കര ഹൈ എമൗണ്ട് ഓഫ് എനർജിയാണ് കൺസ്യൂം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഹൈ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽസ് സസ്റ്റൈനബിൾ അല്ലാത്തൊരു സാഹചര്യം വരും. അതായത് നമ്മൾ ഇന്നത്തെ ലോകത്തിലെ പവർ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂട്ടാൻ ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ച കാരണമായേക്കും. അപ്പൊ ഫ്യൂച്ചറിൽ എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ ആയിരിക്കത്തില്ല, അതുപോലെ
എനർജി കൺസംഷന്റെ ബേസിൽ നോക്കുകയാണെങ്കിലും സസ്റ്റൈനബിൾ അല്ലാത്തൊരു ബിസിനസ് മോഡലായിരിക്കും ഇപ്പോഴത്തെ രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ചയും വികാസവും എന്ന് പറയുന്നത്. ഇതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടെക്നോളജി അല്ല ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഈ പവർ കൺസംഷൻ അതാണ്. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഏറ്റവും ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡ് SMRs. നമ്മൾ ഈ ഡേറ്റാ സെന്റേഴ്സിനെ പവർ ചെയ്യാൻ വേണ്ടി SMRകൾ ഡെവലപ്പ് ചെയ്ത് അത് ഉപയോഗിക്കണമെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. SMR മീൻസ് സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ്. നിങ്ങൾ എന്തായാലും SMR അല്ലെങ്കിൽ ഇന്ത്യക്കാര് വാർത്തകൾ ശ്രദ്ധിക്കുന്ന ആൾക്കാർ റീസെന്റ് ആയിട്ട് SMRനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഇപ്പോഴത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഇൻ ദാറ്റ് ബഡ്ജറ്റ് there is a proposal to generate 100 gigawatt of power from nuclear energy by the year of 2047. By the year of 2047, India wants to generate 100 GW of power. Sometimes in an examination it can be asked, by 2047, India wants to generate dash amount of power from nuclear energy. That is 100 gigawatt of power. And by 2033, India wants to build at least 5 to 6 SMRs. For that purpose. SMR means small modular reactors. 200-300 മെഗാവാട്ടൊക്കെ മാത്രം പവർ ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ റിയാക്ടേഴ്സ് ആണ് SMR, സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ്. അതിന് ഒരുപാട് ഏരിയ ഒന്നും വേണ്ട, കുറച്ചുകൂടെ സേഫ് ആണ്, കുറച്ചുകൂടെ കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. അത്തരത്തിലുള്ള SMRകൾ ഡെവലപ്പ് ചെയ്ത് ഈ പറഞ്ഞ ഡേറ്റാ സെന്റേഴ്സിന് പവർ ചെയ്യിച്ചില്ലെങ്കിൽ ഫ്യൂച്ചറിൽ, അതുപോലെ മാത്രമല്ല എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ ആണ്. ഒരു ന്യൂക്ലിയർ ആക്സിഡന്റ് ഉണ്ടായാൽ മാത്രമേ ഇത് പ്രശ്നം ഉണ്ടാവൂ, അങ്ങനെ ഉണ്ടാവുന്ന വളരെ റെയർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ അറ്റ്മോസ്ഫിയറിനെ പൊള്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള എനർജി ഫോം ഒന്നും അല്ല. അപ്പൊ SMRs ഫ്യൂച്ചറിന്റെ AI ഡേറ്റാ സെന്റേഴ്സിന് പവർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്മോൾ മോഡുലാർ റിയാക്ടേഴ്സ്. പിന്നെ ഡീറ്റെയിലിംഗ് നോൺ സിറ്റിസൺസ് ആൻഡ് ദ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതും വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. അത് വേറെ ഒന്നുമല്ല, ഈ ആസാമിലെ ഡീറ്റൻഷൻ സെന്റേഴ്സ് ഉണ്ട്. ഡീറ്റൻഷൻ സെന്റേഴ്സ്, ഈ ഡിറ്റൻഷൻ സെന്റേഴ്സിൽ ഇന്ത്യൻ സിറ്റിസൺസ് അല്ലാന്ന് തെളിയിക്കപ്പെട്ട ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരെ ഡീറ്റെയിൻ ചെയ്ത് വെച്ചേക്കാണ്. ആസാമില് ഇപ്പോ NRC എന്ന് പറഞ്ഞൊരു സംഭവം നടത്തി, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്, NRC. കാര്യം 1971 ബംഗ്ലാദേശ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന 1971 അറ്റ് ദാറ്റ് ടൈം എ ലോട്ട് ഓഫ് ബംഗ്ലാദേശീസ് കെയിം ടു ഇന്ത്യ and they are settling in Assam, and that changed the demography of Assam, and the indigenous Assamese people revolted against such kind of this heavy settling of Bangladeshi illegal immigrants to India. അപ്പൊ 1971 മുമ്പ് സെറ്റിൽ ചെയ്ത ആൾക്കാരെ ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ട് പരിഗണിച്ചുകൊണ്ട് 71 അതിനുശേഷവും സെറ്റിൽ ആയിട്ടുള്ള ബംഗ്ലാദേശികളെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കണം. സുപ്രീം കോടതിയിൽ ഒരു ഓർഡർ ഉണ്ട്. ബേസ്ഡ് ഓൺ ദാറ്റ് Assam conduct NRC, National Registry of Citizens. Around 19 lakhs of അസാമിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള ആൾക്കാരെ ഇല്ലീഗലി അവിടെ ഓക്യുപ്പൈഡ് ആണെന്ന് കണ്ടെത്തി. അവരെ ഡീറ്റൻഷൻ സെന്ററിൽ മാറ്റി. അപ്പൊ ഡീറ്റൻഷൻ സെന്ററിൽ മാറ്റിയപ്പോൾ അവരുടെ ബേസിക് റൈറ്റ്സ് ഒക്കെ നഷ്ടപ്പെടുന്നതാണ് ഈ ആർട്ടിക്കിളിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ ഡീറ്റൻഷൻ സെന്ററിൽ മാറ്റിയ ആൾക്കാരിൽ മിക്കുള്ളവർക്കും പ്രോപ്പർ സിറ്റിസൺഷിപ്പ് ഇല്ല. ദേ ആർ നോട്ട് എ സിറ്റിസൺ ഓഫ് Bangladesh or a citizen of India now. So we cannot send these people to Bangladesh also, because Bangladesh is not ready to accept those people as their citizens, because അവർക്ക് അവിടെ ബംഗ്ലാദേശി സിറ്റിസൺഷിപ്പ് തെളിയിക്കുന്ന രേഖകളും ഇല്ല. അപ്പൊ ഇവർ ഏലിയൻസ് ആയിട്ട് മാറിയാണ്. ഈ ഏലിയൻസ് ഈ പറഞ്ഞ ഡീറ്റൻഷൻ സെന്റേഴ്സിൽ തുടരുകയാണ്. അപ്പൊ ഡീറ്റൻഷൻ മീൻസ് ഒരു കൈൻഡ് ഓഫ് ഇംപ്രിസൺമെന്റ് ആണ്. അപ്പൊ ഇത്തരത്തിൽ ഡീറ്റെയിൻ ചെയ്യാനുള്ള അവകാശം ഇന്ത്യയിലെ കോർട്ടുകൾക്ക് മാത്രമേ ഉള്ളതാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. കോർട്ടുകൾക്ക് മാത്രമേ ഉള്ളതാണ്. ഏതെങ്കിലും കോർട്ട് പ്രൊസീഡിങ്സിന്റെ ബേസിൽ മാത്രമാണ് ഇങ്ങനെ ഡീറ്റെയിൻ ചെയ്യാനുള്ള അവകാശം. അല്ലാതെ ഒരു ലെജിസ്ലേച്ചറിന് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന് അവരുടെ ഡിസിഷൻസ് ആയിട്ട്, ഇത് ആസാമിലെ ഗവൺമെന്റ് ഡിസിഷൻ അടിസ്ഥാനത്തിലാണ് ചെയ്തേക്കുന്നത്. ലെജിസ്ലേച്ചറിനോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിനോ അവരുടെ ഡിസിഷൻസിന്റെ ബേസിൽ ഇത്തരത്തിൽ ആൾക്കാരെ ഡീറ്റെയിൻ ചെയ്യാനുള്ള അവകാശമില്ല. അത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 21 അഗേൻസ്റ്റ് ആണെന്ന് പറഞ്ഞത്. ആർട്ടിക്കിൾ 21 ആൾക്കാരുടെ റൈറ്റ് ടു ലൈഫ് ഒക്കെ അവിടെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ 21 അഗേൻസ്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആർട്ടിക്കിൾ 22 പറയുന്നുണ്ട്. അതും പക്ഷേ ഈ ഒരു കേസ് അതിന് ക്വാളിഫൈ ചെയ്യുന്നില്ല. ഇവർ സിറ്റിസൺസ് അല്ലെങ്കിൽ ഏലിയൻസ് ആണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവരിങ്ങനെ പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ വെക്കാനും പറ്റൂല. അതെല്ലാം ഈ ആർട്ടിക്കിൾ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണലി മാൻഡേറ്റഡ് ആയിട്ടുള്ള ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 22, ആർട്ടിക്കിൾ 21 ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആണ് ഈ ഡിറ്റൻഷൻ സെന്റേഴ്സിൽ ഒരുപാട് കാലമായിട്ട് ഈ ഇന്ത്യയിൽ ഇല്ലീഗലായിട്ട് താമസിച്ചു എന്ന് കണ്ടെത്തിയവരെ ഡീറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഡീറ്റൻഷൻ സെന്റേഴ്സേ ഇല്ലീഗൽ ആണെന്നൊക്കെയാണ് ഇതേക്ക് പറഞ്ഞേക്കുന്നത്. പക്ഷെ അമേരിക്കയിൽ ട്രംപ് ഇത് ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് പേജിൽ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് കാസ്റ്റ് എന്യൂമറേഷൻ. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്, ആ എഡിറ്റോറിൽ വന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത പേജിൽ പോകുമ്പോൾ ഇന്ത്യയുടെ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായ CBIയുടെ ഡയറക്ടർ പ്രവീൺ സൂദിന് 1 വർഷം കൂടെ എക്സ്റ്റൻഷൻ കിട്ടിയേക്കുന്നു. അപ്പൊ CBI ഡയറക്ടർ ആരാണ്? പ്രവീൺ സൂദ്. പിന്നെ പഴയ മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ബിരേൻ സിംഗിന്റെ ആയിട്ട് ബന്ധപ്പെട്ടൊരു കേസാണ്. നമുക്ക് വേണ്ട മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ ഇപ്പൊ ബിരേൻ സിംഗ് അല്ല. മണിപ്പൂർ ഈസ് അണ്ടർ പ്രസിഡന്റ്സ് റൂൾ നൗ. ഹി വാസ് റിമൂവ്ഡ് ഫ്രം ദ പോസ്റ്റ് ഓഫ് ചീഫ് മിനിസ്റ്റർഷിപ്പ് ഒരു 2-3 മാസം മുമ്പ്. നൗ മണിപ്പൂർ ഈസ് അണ്ടർ പ്രസിഡന്റ് റൂൾ. പിന്നെ CJI bows out of Waqf case leaves hearing to successor Justice Gawai. So Waqf Amendment Act 2025, you all know it is a controversial act, and hello. ഞാനൊരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ അങ്ങോട്ട് വിളിക്കാം. ഞാൻ ഇപ്പോൾ ഒരു ക്ലാസ്, വീഡിയോ ക്ലാസ് എടുത്തോണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് വിളിക്കാം. സംസാരിക്കും. ഓക്കെ. So ഈ Waqf Amendment Act 2025, that many people are telling, especially opposition are telling that this is against the fundamental principles of our constitution, and many Muslim organizations are protesting against it because it is mainly dealing with the Waqf land of Muslims. So they approached the Supreme Court of India. So Supreme Court of India is going to consider the constitutionality of this Waqf Amendment Act 2025. So Chief Justice of India Sanjeev Khanna was the head of Constitution bench. Now he is going to retire after 4 days. So he decided to withdraw from that case because he cannot deliver the verdict of that case because he has only 4 days remaining. And our new Chief Justice will be Gawai, B.R. Gawai. He will be the 52nd Chief Justice of India. He will take over, he will hear the case. That is what the news is telling. Okay. പിന്നെ അവിടെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു പോസ്റ്റ് ഇൻഡസ് ട്രീറ്റി ഹോൾഡ്. അതാണ് ഞാൻ ഇൻഡസ് IWT ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇപ്പൊ അബേൻസിലാണെന്ന് ഞാൻ പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. അപ്പം അബേൻസിലായതുകൊണ്ട് ഇനി ഹൈഡ്രോളജിക്കൽ ഡാറ്റയൊന്നും പാകിസ്ഥാൻ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ ഡാമിൽ നിന്നൊക്കെയുള്ള വെള്ളം തുറന്നുവിടുന്നതിനെ കുറിച്ചുള്ള മുൻകൂട്ടി ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചെനാബ് റിവറിലൊക്കെയുള്ള ചില ഡാമുകളുടെ കാര്യം കൂടെ പറയുന്നുണ്ട്. ആ ഡാമുകളിൽ നിന്നൊക്കെയുള്ള വെള്ളമൊക്കെ നല്ല ഗവൺമെന്റ്, ബാക്കിഹാർ ഡാം, സലാൽ ഡാം, ഇതൊക്കെ ഈ ചെനാബ് റിവറിലുള്ള ഡാമുകളാണ്. ആ ഡാമിൽ നിന്നുള്ള വെള്ളമൊക്കെ പെട്ടെന്ന് തുറന്നുവിട്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. അപ്പൊ അതൊക്കെ ഇൻഡസ് വാട്ടർ ട്രീറ്റി അബേൻസിൽ വെക്കുന്നതിന്റെ പാകിസ്ഥാൻ ഫേസ് ചെയ്യുന്ന പോകുന്ന പ്രോബ്ലംസ് ആണ് അതെല്ലാം. പിന്നെ ജപ്പാൻ ഓഫേഴ്സ് സപ്പോർട്ട് ടു ഇന്ത്യ ഇൻ ദ വേക്ക് ഓഫ് പഹൽഗാം അറ്റാക്ക്. അത് ഞാൻ പറഞ്ഞാണ്, റഷ്യയുടെ കേസ് പറഞ്ഞ കൂട്ടത്തില്. പിന്നെ increase in tensions could impair Pakistan access to external financing. Moody's. Who is Moody's? Moody's is a credit rating agency in the world. Moody's is one of the biggest credit rating agencies in the world. Moody's, Standard & Poor, and Fitch. These are the 3 biggest credit rating agencies of the world. Credit rating agencies എന്നൊക്കെ പറഞ്ഞാൽ അതിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. അതിനുള്ള ടൈം എനിക്കില്ലാത്തതുകൊണ്ട് you just understand Moody's, Standard & Poor, S&P എന്ന് ഷോർട്ട് ഫോമിൽ പറയാം, S&P, Standard & Poor, and Fitch are the 3 world famous credit rating agencies. These all are American firms. Okay. So ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഭയങ്കര ഫിനാൻഷ്യൽ ക്രൈസിസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഒന്നും ഇല്ല അവരെ ഇപ്പം. So IMF, International Monetary Fund, is actively giving them financial assistance, loans, etc. to overcome their foreign exchange crisis. അല്ലെങ്കിൽ അവർക്ക് ഡെറ്റ് സർവീസ് നടത്താൻ പറ്റില്ല. പാകിസ്ഥാനൊക്കെ ഒരുപാട് കടങ്ങൾ വാങ്ങുന്ന രാജ്യമാണ്. അപ്പൊ ആ ഡെറ്റ് സർവീസ് ഹലോ ഓക്കെ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ IMFന്റെ ഒരു സപ്പോർട്ടിലാണ് പാകിസ്ഥാനൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു യുദ്ധമൊക്കെ ഉണ്ടായാൽ
പാകിസ്ഥാന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, എക്സ്റ്റേണൽ ഫിനാൻസിങ് കിട്ടാനും എല്ലാം. ഇന്ത്യ ഇത് വലുതായിട്ട് ബാധിക്കൂല എന്നാണ് മൂഡീസിന്റെ റിപ്പോർട്ട് പറയുന്നത്. ഇന്ത്യ അങ്ങനെ IMF നിന്നും കടമൊന്നും എടുക്കുന്നതുമില്ല, അത് വേറെ കാര്യം. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ഇത് വേൾഡ് ബാങ്ക് ഒഫീഷ്യൽ റെപ്രസെന്റ് ഇന്ത്യ ആയിട്ട് IMF എക്സിക്യൂട്ടീവ് ബോർഡ്. IMFന്റെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വരാൻ പോയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പാകിസ്ഥാൻ IMF നിന്നാണ് ഇപ്പൊ കടം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ IMF നിന്ന് കിട്ടുന്ന കടത്തിന്റെ ബേസിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് മച്ച് ദെയർ എക്കോണമീസ് അണ്ടർ പെരിൽ, അണ്ടർ സിവിയർ ഫിനാൻഷ്യൽ ക്രൈസിസ്. Pakistan is facing big inflation also. So IMF is the only source of എന്താ പറയുക hope for Pakistan. അപ്പൊ IMF അവർക്ക് കടമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് വേണ്ടി വരും. അപ്പൊ ഇന്ത്യ ഉറപ്പായിട്ട് സ്ട്രോങ് ആയിട്ട് എതിർക്കാൻ ചാൻസ് ഉണ്ട് പാകിസ്ഥാൻ എക്കണോമിക്കലി കൂടുതൽ ഡിസ്ട്രസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ IMF എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് തൽക്കാലത്തേക്ക് ഇന്ത്യ പരമേശ്വരൻ അയ്യർ എന്ന് പറഞ്ഞ ഒരാളിനെ അപ്പോയിന്റ് ചെയ്തേക്കാണ്. അങ്ങനെ വേൾഡ് ബാങ്കിൽ ഇന്ത്യയുടെ ഒഫീഷ്യലാണ്. ആക്ച്വലി കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ആളായിരുന്നു വേൾഡ് ബാങ്കിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് പുള്ളിയെ മാറ്റി എന്തോ റീസണില്. അപ്പൊ തൽക്കാലത്തേക്ക് പരമേശ്വരൻ അയ്യർ ആയിരിക്കും IMFന്റെ അടുത്ത മീറ്റിംഗിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്യാൻ പോകണം. പാകിസ്ഥാനെ എതിരെ ഇന്ത്യക്ക് വാദിക്കാൻ വേണ്ടിയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് പുള്ളിയെ അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിപ്പോ തൽക്കാലം ആവശ്യമില്ല, ഇതൊരു കോടതി കേസാണ്. ഇതിന്റെ വിഷയം എനിക്കറിയാം, തൽക്കാലം എന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ പാരച്യൂട്ട്സ് ഫോർ അൺക്രൂഡ് ISRO മിഷൻ ഫ്ലാഗ്ഡ് ഓഫ് എന്നൊരു ന്യൂസ് ഉണ്ട്. നമുക്കൊക്കെ അറിയാം ഇന്ത്യയുടെ ഗഗൻയാൻ ഹ്യൂമൻ സ്പേസ് മിഷൻ. ഇന്ത്യയുടെ ഹ്യൂമൻ സ്പേസ് മിഷന്റെ പേര് ഗഗൻയാൻ എന്നാണ്. അപ്പൊ അത് നടപ്പാക്കുന്നതിന് മുമ്പ് ഇന്ത്യ ആദ്യമായിട്ട് ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെയാണ് ബഹിരാകാശത്തേക്ക് അയക്കാൻ പോകണം. ഹ്യൂമനോയിഡ് റോബോട്ടിനെ, ഹ്യൂമനെ പോലുള്ള റോബോട്ട് അവിടെ പോവും, തിരിച്ചു വരും. അപ്പൊ അതിനുവേണ്ടിയുള്ള പാരച്യൂട്ട്സ് ഒക്കെ ഇന്ത്യ ഡെവലപ്പ് ചെയ്തു. ഇന്ത്യ സെൻഡ് ചെയ്യാൻ പോകുന്ന ആ ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേര് വ്യോം മിത്ര എന്നാണ്. വ്യോം മിത്ര ഇന്ത്യ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു ആ റോബോട്ട്. ആ റോബോട്ടാണ് ഇന്ത്യയിൽ എന്ന് ആദ്യം പോകുന്നത്. അതിനുശേഷം 1-2 ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ പോകും സ്പേസിൽ. പിന്നെ ഇന്ത്യ ICARന്റെ എക്സ്പാൻഷൻ പഠിച്ചു വെച്ചു. ICAR ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. ICAR ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. ഇന്ത്യയിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള റൈസ് വെറൈറ്റീസ് ഒക്കെ യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അതിനെയൊക്കെ കുറെ പേര് എതിർത്തേക്കുക. GM റൈസ് എന്ന് പറയുന്നത് എന്താണ്? ജനറ്റിക്കലി മോഡിഫൈഡ് റൈസ്. ജനറ്റിക്കലി മോഡിഫൈഡ് റൈസ് അത് നമുക്ക് ആരോഗ്യത്തിന് ദോഷമെന്നൊക്കെയാണ് കുറെ പേര് വാദിക്കുന്നത്. പക്ഷെ ഞാൻ വായിച്ചിട്ടുള്ളത് ആരോഗ്യത്തിന് ദോഷമാണോ നല്ലതാണെന്ന് സയന്റിഫിക്കലി ഇതുവരെയും 100% തീരുമാനമായിട്ടില്ല എന്നാണ്. അപ്പൊ എന്തായാലും ബംഗ്ലാദേശിലൊക്കെ വർഷങ്ങളായിട്ട് ജനറ്റിക്കലി മോഡിഫൈഡ് റൈസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾക്ക് അപ്രൂവൽ കൊടുക്കേണ്ട GEAC ആണ്, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി എന്ന അപ്രൂവൽ കമ്മിറ്റി അങ്ങനെയാണ് GEAC. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി ആണെന്ന് തോന്നുന്നത്. അവരാണ് ഇതിന്റെയൊക്കെ റെഗുലേറ്റർ ഒക്കെ. ICAR വേറൊരു സംഭവമാണ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ബിസിനസ് പേജിൽ ഇന്ത്യയിലെ WTO ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം. WTO അറിയാലോ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. UN-ന്റെ ഒരു ബോഡിയാണ് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവ. അതിൽ ഇന്ത്യയുടെ PLI സ്കീമിനെ കുറിച്ച് USA ഒരു പരാതിയെ കൊടുത്തു. PLI മീൻസ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്യുന്ന, ഇന്ത്യയിൽ ചില പർട്ടിക്കുലർ ഫീൽഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനീസിന് നമ്മൾ ഇന്ത്യ കുറെ ഇൻസെന്റീവ്സ് കൊടുക്കുന്നുണ്ട്. അതാണ് PLI പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്ന് പറയുന്നത്. അതൊക്കെ മുമ്പ് ഞാൻ പല ക്ലാസ്സുകളിലും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. PLI പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്താണെന്നൊക്കെ പഠിച്ചു വെച്ചോ. PLI പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ അമേരിക്കയിൽ ട്രംപ് വീണ്ടും ഭീഷണിപ്പെടുത്തിയേക്കുന്നു. അമേരിക്കൻ സിനിമകളൊക്കെ അമേരിക്കയ്ക്ക് വെളിയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ 100% ആ സിനിമകളുടെ മുകളിൽ താരിഫ് ഏർപ്പെടുത്തുക. അത് നമുക്ക് വേണ്ട, പറഞ്ഞതേ ഉള്ളൂ. പിന്നെ യമനിൽ ഹൂദീസിന് അഗേൻസ്റ്റ് ആയിട്ട് US ഇസ്രായേലും ഒക്കെ ആക്രമണം ശക്തമായി. യമൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിലിഷ്യ ഓർഗനൈസേഷൻ ആണ്, ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് ഹൂദീസ്. പിന്നെ നെക്സ്റ്റ് പേജ് ഫുള്ള് IPL കാര്യങ്ങളൊക്കെ ആണെന്ന് വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോ മിയാമി ഗ്രാൻഡ് ബ്രിക്സ്. മിയാമി ഗ്രാൻഡ് ബ്രിക്സ് എന്ന് പറഞ്ഞ F1 ഒരു ഗ്രാൻഡ് ബ്രിക്സ് ഉണ്ട്, മിയാമി ഗ്രാൻഡ് ബ്രിക്സ്. അതിപ്പോ കഴിഞ്ഞു. ഈ മിയാമി ഗ്രാൻഡ് ബ്രിക്സ് വിൻ ചെയ്ത് ആരാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓസ്കാർ പിയാസ്ട്രി ആണ്. ഓസ്കാർ പിയാസ്ട്രി, മക്ലാറന്റെ ഓസ്കാർ പിയാസ്ട്രി ഈസ് ദ ഡ്രൈവർ ഓഫ് മക്ലാറന്റെ ഡ്രൈവറാണ്. പിന്നെ പങ്കജ് അദ്വാനി, ഇന്ത്യയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബില്യാർഡ്സ് ആൻഡ് സ്നൂക്കർ പ്ലെയർ ആണ് പങ്കജ് അദ്വാനി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. അടുത്ത ദിവസത്തെ പത്രം നാളെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.